بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين أما بعد بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിത നേതാക്കളെ, സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാടുണർത്തിയ ഒരു സൗഹൃദത്തിൻ്റെ മനോഹരമായ ഓർമ്മകളും ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു കാലുഷ്യ അന്തരീക്ഷത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിത്രം പകർന്നു നൽകാനുള്ള ഒരവസരവുമാണ് ഇത്തരം കൂട്ടായ്മകളും സംഗമങ്ങളും. ഇവിടെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാമനീഷി ആത്മീയതയുടെ ഉന്നതങ്ങളിൽ തനിക്ക് നേടാൻ കഴിഞ്ഞ ഇടങ്ങളോട് അതിൻ്റെ വെളിച്ചത്തിൽ മാനവിക സ്നേഹത്തിൻ്റെയും ദീനീ പ്രബോധനത്തിൻ്റെയും അതിരുകളില്ലാത്ത കർമ്മങ്ങൾ നടത്തി പോയിരിക്കുകയാണ്. ആ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ചരിത്ര പുരുഷനായ മമ്പുറന്തങ്ങളെക്കുറിച്ച് അക്കാദമിക തലത്തിലും അല്ലാതെയും നല്ല ഗവേഷണങ്ങൾ നടത്തിയ ഉയർന്ന പണ്ഡിതന്മാർ വേദിയിലും സദസ്സിലും ഉണ്ട് എന്നതും ഞാനിവിടെ ഓർക്കുകയാണ്. ബഹുമാന്യരായ മമ്പുറന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അജ്മീറിനെ കുറിച്ച് പറയുന്നത് പോലെ ഒരു തീർത്ഥാടകൻ എങ്ങനെയും ഒഴിവാക്കാൻ പറ്റാത്ത തീർത്ഥാടന കേന്ദ്രമായി കേരളത്തിൽ മമ്പുറത്തെ തെരഞ്ഞെടുക്കുന്നു. ആ ഒരു ഉന്നതിയിലേക്ക് മഹാനവറുകൾ നടന്നെത്തിയതിന്റെ ഒരു ചെറിയ അന്വേഷണമാണ് നാം നടത്തുന്നത്. മമ്പുറം സയ്യിദ് അലവി ബിൻ മുഹമ്മദ് ബിൻ സഹിൽ മൗലദ്ദവീല ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ 1166 യമനിലെ തെരീമിലാണ് ജനിച്ചത്. അവിടെ പ്രാഥമിക പഠനം നടത്തുന്നു. 8 വയസ്സിൽ വിശുദ്ധ ഖുർആൻ അദ്ദേഹം ഹിഫ്ളാക്കിയിട്ടുണ്ട്. പ്രാഥമിക 10 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് പ്രാഥമിക പഠനം നടത്തുന്ന ആ പ്രായത്തിൽ, ഇന്നത്തെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ പ്രായത്തിൽ വേറെ ദീനീ ചിന്തകളോ ദഅവത്ത് ചിന്തകളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ മമ്പുറത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബ ബന്ധുക്കൾ നേരത്തെ തന്നെ പ്രബോധന വഴിയിൽ കേരളത്തിലേക്ക് യാത്ര പോയതിന്റെ ചരിത്രം അദ്ദേഹത്തിന് കുടുംബത്തിൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ പാത പിന്തുടർന്ന് പോകണം എന്ന ദീനീ സേവനം ചെയ്യണമെന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പിൽക്കാല പ്രവർത്തനങ്ങൾ നാം അനുമാനിക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തം നാട്ടിൽ വളരെ ഉന്നതനായ ഒരു ഷെയ്ഖിനെ അദ്ദേഹത്തിന് പ്രാഥമിക പഠനം നടത്തുന്നതോടൊപ്പം തന്നെ ആത്മീയ വെളിച്ചങ്ങൾ തുറന്നു തരാനും ലഭിച്ചു എന്നും നാം പിൽക്കാല ചരിത്ര അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതിന്റെ വിശദമായ ഏത് ഷെയ്ഖിൽ നിന്ന് എത്രത്തോളം എന്ന
തരത്തിലുള്ള ഒരു അന്വേഷണം, അതിന്റെ ഒരു വിശദമായ ചരിത്രം കിട്ടിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് മൗലദ്ദവീല എന്ന പേരിലേക്ക് ചേർക്കപ്പെടുന്ന പിതൃ പരമ്പരയിൽപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗലദ്ദവീല, അദ്ദേഹത്തിന്റെ പരമ്പരയിലെ 12ാമത്തെ പിതാമഹനായി ചരിത്രത്തിൽ കാണാം. ഹിജറ 765 വഫാത്തായ അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് മൗലദ്ദവീല എന്ന കബീല നാമം അറിയപ്പെടുന്നത്. മലബാറിലേക്ക് തന്റെ പൂർവിക ബന്ധുക്കൾ യാത്ര തിരിച്ച പാത പിന്തുടർന്നുകൊണ്ട് തന്റെ 17ാമത്തെ വയസ്സിൽ 1183 അദ്ദേഹം കോഴിക്കോട്ട് എത്തുകയാണ്. യമനിലെ നേരത്തെയുള്ള പാരമ്പര്യം, അറബികളുമായുള്ള നേരത്തെ ബന്ധം, ഇതൊക്കെ അതിന്റെ പശ്ചാത്തലങ്ങളായി ഭവിച്ചിരിക്കുന്നു. കച്ചവടക്കാർ അറേബ്യയിൽ നിന്നും യമനിൽ നിന്നും തുടർച്ചയായി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ഇവിടുത്തെ വിഭവങ്ങൾ കച്ചവടച്ചരക്കായി വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. 17ാം വയസ്സിൽ അദ്ദേഹം കോഴിക്കോട്ടെത്തിയപ്പോ സയ്യിദ് ഷെയ്ഖ് ജഫരി, തന്റെ കുടുംബ ബന്ധു കൂടിയായ അദ്ദേഹത്തിന്റെ ആതിഥ്യമാണ് സ്വീകരിച്ചത്. ഷെയ്ഖ് ജഫരി അതിന് എത്രയോ മുമ്പ് 1159 കേരളത്തിലെത്തി കോഴിക്കോട് താമസമാക്കിയവരാണ്. സയ്യിദ് അലവി തങ്ങളുടെ അമ്മാവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന സയ്യിദ് അലവി തങ്ങൾ തനിക്ക് പോകാൻ ആഗ്രഹിച്ച തന്റെ കുടുംബ ബന്ധു കൂടിയായ ഹസൻ ജിഫ്രി തങ്ങളുടെ മക്ബറ സന്ദർശിക്കാൻ മമ്പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മമ്പുറത്ത് എത്തുന്നു സയ്യിദ് ഷെയ്ഖ് ജഫീരി തങ്ങളുടെ അകമ്പടിയോടെ. സയ്യിദ് ഹസൻ ജഫീരിയുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്നു. മമ്പുറത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ഷെയ്ഖ് ജഫീരി തങ്ങളോട് തങ്ങളുടെ കൂടെ തിരിച്ചു പോകുന്നില്ല, മമ്പുറത്ത് തങ്ങാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അതിന് ചരിത്രത്തിൽ നേരത്തെ ഒരു സംഭവം എന്നോണം ഹസൻ ജഫരിയുടെ വഫാത്തിന്റെ മുമ്പായി അദ്ദേഹം തന്റെ മകളുടെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ എന്റെ മകളുടെ വരൻ എന്റെ നാട്ടിൽ നിന്ന് തന്നെ യമനിൽ തന്നെ വരും, നിങ്ങൾ ഇവിടെ ആളെ അന്വേഷിക്കേണ്ടതില്ല എന്നൊരു ദീർഘ പ്രവചനം നടത്തിയ സംഭവം നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതിന്റെ പുലർച്ചെ എന്നോണമാണ് ഷെയ്ഖ് ഹസൻ ജിഫരി തങ്ങൾ മമ്പുറത്ത് താമസിച്ച് അല്പ കാലശേഷം ഷെയ്ഖ് ഹസൻ ജിഫരിയുടെ മകൾ ഫാത്തിമ എന്നവരുമായി കല്യാണം നടക്കുന്നു. മമ്പുറത്ത് നേരത്തെ വലിയ ദീനി മുന്നേറ്റങ്ങളുണ്ടോ? പോരാട്ട ചരിത്രങ്ങളിലൊക്കെ തിരുരങ്ങാടിയിലും മമ്പുറത്തുമുള്ള മുസ്ലിങ്ങളുടെ സേവനങ്ങളൊക്കെ ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. എന്തായാലും അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ ആളുകൾ അവിടെ എത്തുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ഹസൻ ജിഫരി അദ്ദേഹം നേരത്തെ വന്ന് മമ്പുറത്ത് താമസമാക്കി. ബഹുമാന്യരായ ഹുസൈൻ സാറിന്റെ പ്രഭാഷണങ്ങൾ കേട്ടതുപോലെ അതിനു മുമ്പും ഇവിടെ ബുഖാരി തങ്ങന്മാരും മറ്റുമൊക്കെ താമസിച്ചിട്ടുണ്ട് എന്നതും ഇതിന്റെ ഒരു പശ്ചാത്തലമാണ്. 1180 സയ്യിദ് അലവി തങ്ങളുടെ 14ാം വയസ്സിൽ ആണ് ഹസൻ ജിഫരി വഫാത്താവുന്നത്. അപ്പോൾ തങ്ങളുള്ളത് യമനിലാണ്. 2 വർഷം കഴിഞ്ഞ് 17ാം വയസ്സിലാണ് അദ്ദേഹം കോഴിക്കോട്ട് ഇറങ്ങി മമ്പുറത്ത് എത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ മായാണ് സയ്യിദ് അലവി തങ്ങളുടെ വിവാഹം നടക്കുന്നു.
അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും പരസ്പര പൂരകമാണ്, ഒന്നും മറ്റൊന്ന് വേർതിരിഞ്ഞതല്ല. മലബാറിൽ 17 വയസ്സിനുള്ള ഏകദേശം നമ്മുടെ ഉയർന്ന മതകലാലയങ്ങളിൽ ഉപരിപഠനത്തിന് പോകാൻ പ്രായമാകുന്ന ആ സമയത്ത് കേരളത്തിലെ മഹാനവറുകൾ തുടർന്നുള്ള തന്റെ സേവന ചരിത്രത്തിൽ മതപഠനരംഗം വികസിപ്പിക്കാൻ വേണ്ടി യാത്രകൾ നടത്തിയതിന്റെ വിശദാംശങ്ങൾ കാണുന്നില്ല. മറിച്ച് പുണ്യപുരുഷന്മാരെ സന്ദർശിക്കാൻ വേണ്ടി തന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായി പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. തന്റെ സേവനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് 17-ാം വയസ്സിൽ ഒരു യുവത്വത്തിലേക്ക് കടക്കുന്ന പ്രായത്തിൽ കേരളത്തെത്തിയ മഹാനവറുകൾ തന്റെ ബാഹ്യമായ ആകാരം കൊണ്ട് നാം പ്രതീക്ഷിക്കാൻ ഇടയില്ലാത്ത വിധം ഉന്നതമായ ആത്മീയ നേട്ടങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് അദ്ദേഹം കേരളത്തിലെത്തിയിട്ടുള്ളത് എന്ന് നാം അനുമാനിക്കുന്നു. ഇവിടെ 17-ാം വയസ്സിൽ അദ്ദേഹം എത്തിയ ആത്മീയ ഉന്നതിയുടെ ഒരു ഉദാഹരണം താൻ മലബാറിലെത്തിയ പിറ്റത്തെ ആഴ്ച മമ്പുറത്ത് ജുമയില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം മമ്പുറത്തെ തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി, അവിടെ അദ്ദേഹം ജുമാക്ക് പോകുന്നു. തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ പാരമ്പര്യമായി മഖ്ദൂമി ഖാദിമാരാണ്. അന്നത്തെ ഖാദിയുടെ കീഴിൽ ജുമുഅ നിസ്കാരത്തിൽ യുവാവായ നവാഗതനായ മമ്പുറം തങ്ങൾ ജുമുഅ നിസ്കരിക്കുകയാണ്. ആ ജുമുഅ നിസ്കാരത്തിനിടയിൽ അദ്ദേഹം ഇമാമിന്റെ പിന്തുടരുന്നതെന്ന് വിട്ട് മാറി സ്വന്തമായി നിസ്കരിക്കുന്ന അവസ്ഥ മറ്റുള്ള ജനങ്ങൾ കാണുകയാണ്. അപ്പൊ സ്വന്തമായി തുടർച്ച ഒഴിവാക്കി നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണഗതിയിൽ അതൊരു ചർച്ചയും, അങ്ങനെ ചെയ്യുന്ന ആള് ചെറിയ ആളോ പ്രായം കുറഞ്ഞ ആളോ ആണെങ്കിൽ തീർച്ചയായും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയും അവിടെ വരും. അമൃതങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുമില്ല, നവാഗതനാണ്, കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഈ പ്രായമുള്ള ബഹുമാന്യരായ ആദരണീയരായ ഖാദിയുടെ ഇമാമത്തിൽ നിന്ന് മാറി നിസ്കരിക്കുന്നത് കണ്ടപ്പോ അന്വേഷണങ്ങൾ വന്നു. കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? ജുമാ നിസ്കാരം തുടങ്ങിയത് മുതൽ നമ്മുടെ ഇമാമ് ഒരു പശുവിന്റെ പിന്നാലെ അങ്ങനെ പോവാൻ, എനിക്ക് ഒരു നിലക്കും അദ്ദേഹത്തിന്റെ പിന്നാലെ തുടർന്ന് നിസ്കരിക്കാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ ജനങ്ങൾക്കൊന്നുകൂടി അത്ഭുതമായി. കൊച്ചുകുട്ടി എന്നൊക്കെ എഴുതി തള്ളപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു വലിയ വിഷയമൊക്കെ പറയണമെങ്കിൽ സ്വാഭാവികമായും കഥയുടെ മറ്റേ വശം ഖാദിയാരുണ്ടല്ലോ, ജനങ്ങൾ ഖാദിയാരെ സമർപ്പിക്കുന്നു, ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നു. അദ്ദേഹവും നല്ല മനസ്കനായതുകൊണ്ട് അദ്ദേഹം ഉടനെ പറഞ്ഞു, വളരെ ശരിയാണ്, ഞാൻ ഒരു നിർബന്ധിത ഘട്ടത്തിൽ നിസ്കാരം തുടങ്ങിയത് മുതൽ ഒരു പശുവിലായിരുന്നു എൻ്റെ ചിന്ത. അത് മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല. അപ്പൊ വൈദ്യൻ നിർദ്ദേശിച്ചത് കുറച്ച് തുടർച്ചയായി പശുവിന്റെ പാല് കുടിക്കണം എന്നാണ്. അത് തുടർച്ചയായി ലഭിക്കാനുള്ള സൗകര്യത്തിന് ഞാനൊരു പശുവിനെ വാങ്ങാനും കരുതിയിട്ടുണ്ട്. എനിക്ക് പശുവിനെ തരാമെന്ന് പറഞ്ഞ ആൾ ഞാൻ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു. പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ചിന്ത അങ്ങോട്ട് പോവുകയും നിസ്കാരത്തിൽ ഞാൻ അതിൻ്റെ ചിന്തയിലായി പോവുകയും ചെയ്തു എന്നത് സത്യമാണ്. ഇത് മഹാനെ ഇകഴ്ത്താനോ മറ്റോ ഉദ്ദേശിച്ച് പറഞ്ഞതായിരുന്നില്ല മമ്പുറം തങ്ങൾ. തന്റെ വിഷയം, താൻ ചെയ്യേണ്ടി വന്നൊരു കാര്യം വിമർശിക്കപ്പെട്ടപ്പോ നിവൃത്തിയില്ലാതെ അങ്ങനെ ഒരു വിഷയം പറയേണ്ടി വന്നു. പക്ഷെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ അങ്ങനെയൊന്ന് പറയുമ്പോൾ
ഇവിടെ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം നേടിയ ആത്മീയ ഉന്നതി, അതിലെ കറാമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കറാമത്തുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാറുള്ള മറ്റു ആളുകളുടെ മനോവ്യാപാരങ്ങൾ അറിയാനും ആവശ്യമായിടത്ത് പ്രതികരിക്കാനുമുള്ള വലിയ കറാമത്ത് കൂടി സ്വായത്തമാക്കിയിട്ടാണ്, അത് അള്ളാഹു നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയത് എന്ന് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്നാണ് കേരളത്തിലെ അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം, ജൈത്രയാത്ര ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഖുതുബുസ്സമാൻ എന്നാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ഖുതുബുസ്സമാൻ ആ ഒരു പേരിൽ വളരെ വിശ്രുതനാണ് അദ്ദേഹം. നാം മൊത്തം തസവുഫിന്റെ ചരിത്രം എടുക്കുമ്പോൾ ലോകാടിസ്ഥാനത്തിൽ അൽ അഖ്താബുൽ അർബഅ എന്നൊരു പ്രയോഗമുണ്ട്. അറിയപ്പെട്ട 4 കുത്തുബുകൾ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അഹ്മദുൽ കബീർ റിഫായി, അതുപോലെ അബുൽ ഹസൻ ഷാദുലി, അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അഖ്താബുൽ അർബഅ എന്ന് അറിയപ്പെടും. അതിൽ തന്നെ വന്നരായ ഷെയ്ഖ് ജീലാനി തങ്ങളെ കുറിച്ച് ഖുതുബുൽ അഖ്താബ് എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഖുതുബ് എന്നൊരു പദം ഇവിടെയൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. വന്നരായ ഷെയ്ഖ് അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ പ്രയോഗത്തിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അങ്ങനെ മറ്റു പലരും ഈ വിഷയം പറഞ്ഞപ്പോ ആ ചർച്ച നമുക്കിവിടെ പ്രസക്തമാവുകയാണ്. ഒരു ഖുതുബ് എന്ന് പറയുന്നത് ഗോളശാസ്ത്രത്തിലെ ഒരു പ്രയോഗമാണ്. ഒരു ഗോളത്തിന്റെ അച്ചുതണ്ട് തിരിയേണ്ട 2 ബിന്ദുക്കൾ, അതാണ് ഖുതുബ്. അപ്പൊ അതൊരു പ്രപഞ്ചമാണെന്ന് ആലങ്കാരികമായി സങ്കല്പിച്ചാൽ ഈ ഖുതുബിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രപഞ്ചം തിരിയുക എന്ന് പറയാം. ബാഹ്യമായ ഭരണ, യുദ്ധ, വ്യാപാര എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപരിയായി ഇതിനു മേലെ ഒരു ആത്മീയ ലോകത്തിന്റെ ഭരണം നടക്കുന്നു എന്ന സൂചന ഇതിലുണ്ട്. അങ്ങനെ വരുമ്പോ കേരളക്കാർ അല്ലെ മുസ്ലിങ്ങൾക്ക് മാത്രം അല്ല ഇതിനെ കുറിച്ചൊക്കെ അറിവുള്ളത് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അടിയന്തരാവസ്ഥയുടെ കാലത്തിന് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചു വന്ന ശ്രീമതി ഗാന്ധി അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു നന്ദി എന്നോണം അജ്മീറിൽ മലയുടെ താഴ്വാരത്തുനിന്ന് മുകളിലേക്ക് ഇട്ട വലിയൊരു ശുദ്ധജലത്തിന്റെ പൈപ്പുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയാറുള്ളത്, തനിക്ക് ഒരിക്കലും ഭരണം കിട്ടുകയില്ല എന്ന് കരുതിയിടത്തു നിന്ന് വീണ്ടും തന്നെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ബാഹ്യമായ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ചില ആന്തരിക നിയന്ത്രണങ്ങളുണ്ട്. അതിലൊന്ന് ഇവിടെയാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അജ്മീറിൽ അങ്ങനെ ഒരു സംഭവം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആത്മീയമായ ഒരു ഭരണ വ്യാപാരം, അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ ഖുതുബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഖ്താബ്, അബ്ദാല് എന്ന് തുടങ്ങിയ പദങ്ങളും അതേക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ ചർച്ചകളും നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലുണ്ട്.